ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശം. ഒഡീഷയിലെ 42ഉം ഹിമാചൽ പ്രദേശിലെ 6ഉം നിയമസഭാ സീറ്റുകളിലേക്കും നാളെ വോട്ടെടുപ്പ്. ലൈംഗിക ആരോപണം നേരിടുന്ന കർണാടക എംപി പ്രജ്വൽ രേവണ്ണ അറസ്റ്റിലായി. രാജ്യത്തെ പരമാവധി വൈദ്യുതി ഉപഭോഗം ഇന്നലെ 250 ഗിഗാവാട്ട് എന്ന റെക്കോർഡിലെത്തി. നോർവേ ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ വൈശാലി മുന്നേറ്റം തുടരുന്നു. കേരളത്തിൽ കാലവർഷം എത്തി. 12 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 7ാമത്തെയും അവസാനത്തെയും ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ. പരസ്യപ്രചാരണം ഇന്നലെ സമാപിച്ചു. 57 മണ്ഡലങ്ങളിലാണ് 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ 13 വീതവും പശ്ചിമബംഗാളിൽ 9ഉം ബീഹാറിൽ 8ഉം ഒഡീഷയിൽ 6ഉം ഝാർഖണ്ഡിൽ 3ഉം ഹിമാചൽ പ്രദേശിൽ 4ഉം ചണ്ഡീഗഡിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലുമാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഒഡീഷ നിയമസഭയിലേക്കുള്ള 42 സീറ്റിലേക്കും ഹിമാചലിലെ 6 നിയമസഭാ സീറ്റിലേക്കും നാളെ വോട്ടെടുപ്പ് നടക്കും. വിശദാംശങ്ങളിലേക്ക്. പ്രചാരണത്തിന്റെ അന്തിമഘട്ടത്തിൽ രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാന നേതാക്കൾ റാലികളും പൊതുസമ്മേളനങ്ങളുമായി രംഗം കൊഴുപ്പിച്ചു. മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി പഞ്ചാബിലെ ഹോഷിയാപൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുത്തു. ബിജെപി നേതാവും രാജ്യരക്ഷാ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിലെ ഖുശിനഗർ, റോബർട്ട്ഗഞ്ച്, ചന്ദൌലി മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി. ബാലസോർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള സിമൂലിയയിൽ നടന്ന പൊതുയോഗത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തു. പഞ്ചാബിലും അദ്ദേഹം തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഷിംല പാർലമെന്റ് മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി. ആർജെഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് ബീഹാറിലെ പാട്ലിപുത്രയിലാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ചിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ജൂൺ 4-നാണ് എല്ലാ ഘട്ടത്തിലെയും വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട അഭ്യൂഹം രാജ്യത്തുടനീളം പരന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആകാശവാണിയോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ വോട്ടർമാരുടെ വോട്ടിംഗ് ഡേറ്റയെയും ഇവിഎമ്മുകളെയും കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ഏകാന്ത ധ്യാനത്തിൽ തുടരുന്നു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് അദ്ദേഹം കന്യാകുമാരിയിലെത്തിയത്. ജനതാദൾ സെക്യുലർ നേതാവും ഹാസൻ എംപിയുമായ പ്രജ്വൽ രേവണ്ണ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് പുലർച്ചെ അറസ്റ്റിലായി. വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയുടെ പരാതിയെ തുടർന്ന് ലൈംഗിക അതിക്രമം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ആരോപണങ്ങളിൽ പോലീസ് പ്രജ്വൽ രേവണ്ണയെ ചോദ്യം ചെയ്യും. ലൈംഗിക ആരോപണം ഉയർന്നതിനെ തുടർന്ന് പ്രജ്വൽ രേവണ്ണ കഴിഞ്ഞ മാസം 27-നാണ് രാജ്യം വിട്ടത്. രാജ്യത്തെ പരമാവധി വൈദ്യുതി ഉപഭോഗം ഇന്നലെ 250 ഗിഗാവാട്ട് എന്ന റെക്കോർഡിലെത്തി. ഇത്രയും വൈദ്യുതി ലഭ്യമാക്കാനായത് രാജ്യത്തെ ഊർജ്ജ മേഖലയുടെ കരുത്ത് വിളിച്ചറിയിക്കുന്നതായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ സൌരോർജ്ജ ഇതര വൈദ്യുതി ആവശ്യകതയും എക്കാലത്തെയും ഉയർന്ന നിരക്കായ 234.3 ഗിഗാവാട്ടിലെത്തി. ദേശീയ താപവൈദ്യുതി ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിലയായ 176 ഗിഗാവാട്ടിലെത്തി. വൈദ്യുതി മേഖലയിലെ വിവിധ പങ്കാളികളുടെ യോജിച്ച പരിശ്രമമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. IIT മദ്രാസിന്റെ സ്റ്റാർട്ടപ്പായ അഗ്നികുൽ കോസ്മോസ് ലോകത്തിലെ ആദ്യ സിംഗിൾ പീസ് 3D പ്രിന്റഡ് എഞ്ചിനോട് കൂടിയ റോക്കറ്റ് വിക്ഷേപിച്ചു. അഗ്നിബാൻ സബ് ഓർബിറ്റൽ ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേറ്റർ എന്ന ഈ റോക്കറ്റ് പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സെമി ക്രയോജനിക് എഞ്ചിൻ റോക്കറ്റാണ്. 5 സഹസ്രാബ്ദങ്ങൾ നീണ്ടുനിൽക്കുന്ന ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ആഗോളതലത്തിൽ സമാനതകളില്ലാത്തതാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഉത്തരാഖണ്ഡിലെ നീം കരോളി ക്ഷേത്ര സന്ദർശന വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവനക്കാർക്കുള്ള ഗ്രാറ്റുവിറ്റി തുക പരമാവധി പരിധി 20 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷം രൂപയായി കേന്ദ്ര സർക്കാർ പുതുക്കി. വിരമിക്കൽ ഗ്രാറ്റുവിറ്റിയുടെയും മരണ ഗ്രാറ്റുവിറ്റിയുടെയും പരിധിയാണ് പുതുക്കിയത്. പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം ഇതു സംബന്ധിച്ച് ഔദ്യോഗിക മെമ്മോറാണ്ടം പുറത്തിറക്കി. പുതുക്കിയ പരിധി 2024 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ജീവനക്കാർക്ക് ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നോർവേ ചെസ് 2024 വനിതകളുടെ വിഭാഗത്തിൽ ആധിപത്യം തുടർന്ന് ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ വൈശാലി രമേശ് ബാബു. 2.5 പോയിന്റുമായിട്ടാണ് വൈശാലി മുന്നേറ്റം തുടരുന്നത്. 4ാം റൌണ്ടിൽ സ്വീഡിഷ് താരത്തിനെതിരെയായിരുന്നു വൈശാലിയുടെ ജയം.
അതേസമയം ഓപ്പൺ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഹിക്കാരു നക്കാമുറയോട് പരാജയപ്പെട്ടു. കഴിഞ്ഞ ദിവസം ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയിരുന്നു. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യൻ താരം PV സിന്ധുവിന് തോൽവി. സ്പെയിനിൽ നിന്നുള്ള കരോലിന മരീനാണ് 1-നെതിരെ 2 സെറ്റുകൾക്ക് സിന്ധുവിനെ പരാജയപ്പെടുത്തിയത്. സ്കോർ 21-13, 11-21, 20-22. ബാങ്കോക്കിൽ നടക്കുന്ന ലോക ബോക്സിംഗ് യോഗ്യതാ മത്സരത്തിൽ അടുത്ത റൌണ്ടിലേക്ക് കടന്ന് ഇന്ത്യൻ താരങ്ങളായ സച്ചിൻ സിവാജ്, സഞ്ജിത് കുമാർ, അമിത് പങ്കൽ, ജാസ്മിൻ എന്നിവർ. പ്രീ ക്വാർട്ടറിൽ 57 കിലോ വിഭാഗത്തിൽ തുർക്കിയെ താരത്തോട് 5-0 സച്ചിൻ ജയിച്ചത്. കോട്ടയം പായിപ്പാട് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ എട്ടിയാക്കരി പാടശേഖരത്തിൽ വളർത്തിയിരുന്ന താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. 18,000 താറാവുകളെയാണ് ഇവിടെ വളർത്തിയിരുന്നത്. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തുപക്ഷികളെയും മൃഗസംരക്ഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കും. പായിപ്പാട് പഞ്ചായത്തിലെ 1-ാം വാർഡിലെ പക്ഷികളുടെയും അവയുടെ ഉൽപ്പന്നങ്ങളുടെയും വിപണനവും കടത്തലും പൂർണ്ണമായി നിരോധിച്ചു. പായിപ്പാട് പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലും ചങ്ങനാശ്ശേരി നഗരസഭയിലും വാഴപ്പള്ളി, തൃക്കുടുത്താനം, കുറിച്ചി ഗ്രാമപഞ്ചായത്തുകളിലും 4 ദിവസത്തേക്ക് പക്ഷികളുടെയും അവയുടെ ഉൽപ്പന്നങ്ങളുടെയും വിപണനവും കടത്തലും നിരോധിച്ചു. സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കൊല്ലം ജില്ലയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മഴ കാര്യമായി പെയ്തില്ല. എന്നാൽ മഴക്കെടുതികൾ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. പിറവന്തൂർ വില്ലേജിലെ വത്സല, ആദിച്ചനല്ലൂർ വില്ലേജിലെ രാജശേഖരൻ നായർ എന്നിവരെ കല്ലടയാറ്റിലാണ് കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. താഴ്ന്ന പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ വെള്ളക്കെട്ടായതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയവർ ഭൂരിഭാഗവും ക്യാമ്പുകളിൽ തുടരുകയാണ്. ജില്ലയിൽ ആകെ 15 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഇവയിൽ 636 കുടുംബങ്ങളിലെ 1859 പേരുണ്ട്. ബുധനാഴ്ചത്തെ മഴയിൽ 3.34 ഹെക്ടർ സ്ഥലത്തെ കൃഷിനാശത്തിലൂടെ 8.39 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കിയിരിക്കുന്നു. വീടുകൾ തകർന്ന ഇനത്തിലാകെ 5,40,000 രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. അതിശക്ത മഴയിൽ കൊച്ചി ഇടപ്പള്ളി ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ വെള്ളക്കെട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇടപ്പള്ളി തോട്ടിലെ പായലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ഇടപ്പള്ളി, കളമശ്ശേരി, മൂലേപ്പാടം എന്നീ പ്രദേശങ്ങൾ മന്ത്രി സന്ദർശിച്ചു. കാസർഗോഡ് നീലേശ്വരത്ത് നിന്ന് ബോട്ട് വാങ്ങി നാട്ടിലേക്ക് മടങ്ങവെ കടലിൽ അകപ്പെട്ട മലപ്പുറം സ്വദേശികളായ 2 യുവാക്കളെ തലശ്ശേരി തീരദേശ പോലീസ് രക്ഷപ്പെടുത്തി. എഞ്ചിൻ തകരാറായതിനെ തുടർന്നാണ് ഇന്നലെ രാവിലെ 11 മണി മുതൽ ഇവർ കടലിൽപ്പെട്ടത്. നാവികസേനയുടെ ഹെലികോപ്റ്ററും ഇവർക്കായി തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ബോധവൽക്കരണ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. മൺസൂൺ കാലയളവിൽ ലക്ഷദ്വീപ് തീരങ്ങളിൽ പാലിക്കേണ്ട പ്രത്യേക മുൻകരുതലുകളെക്കുറിച്ചാണ് പരിശീലനം നൽകിയത്. മണിപ്പൂരിൽ പ്രളയം നാശം വിതച്ചുകൊണ്ടിരിക്കുന്നു. ഇംഫാൽ നഗരത്തെ പ്രളയം സാരമായി ബാധിച്ചു. ഇംഫാൽ നഗരത്തിലേക്കുള്ള മിക്ക റോഡുകളും വെള്ളത്തിനടിയിലാണ്. മണിപ്പൂർ പോലീസ്, ആർമി, അസം റൈഫിൾസ്, NDRF എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ 16 മാവോയിസ്റ്റുകൾ സുരക്ഷാ സേനയുടെ പിടിയിലായി. ഇതിൽ 11 പേർ ഗോർനാർ പടിയാർപാര ജില്ലയിൽ നിന്നും മറ്റ് 5 പേർ ഭുസ്പൂർ ജില്ലയിൽ നിന്നുമാണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശം. ഒഡീഷയിലെ 42ഉം ഹിമാചൽ പ്രദേശിലെ 6 നിയമസഭാ സീറ്റുകളിലേക്കും നാളെ വോട്ടെടുപ്പ്. ലൈംഗിക ആരോപണം നേരിടുന്ന കർണാടക MP പ്രജ്വൽ രേവണ്ണ അറസ്റ്റിലായി. രാജ്യത്തെ പരമാവധി വൈദ്യുതി ഉപഭോഗം ഇന്നലെ 250 ഗിഗാവാട്ട് എന്ന റെക്കോർഡിലെത്തി. നോർവേ ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ വൈശാലി മുന്നേറ്റം തുടരുന്നു. കേരളത്തിൽ കാലവർഷമെത്തി. 12 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.